കല്യാണമൊക്കെ വരുമ്പം ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് അതിന് എന്ത് ഡ്രസ് ഇടും എന്നുള്ളതാണ്. എല്ലാരെയും പോലെ ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. വെൽക്കം ടു എപ്പിസോഡ് 1 ഓഫ് മൈ ഫ്രണ്ട്സ് വെഡിങ് സീരീസ്. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ തന്നെ ആദ്യത്തെ കല്യാണമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണം കൂടിയാണ് ഇത്. എന്ത് ഡ്രസ് ഇടണം എന്ന് ആലോചിച്ചപ്പോ തന്നെ എന്റെ മൈൻഡിലോട്ട് വന്ന ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു സാരി. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണം ആവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ വിഷ്വലൈസ് ചെയ്ത് വെക്കാറില്ലേ, അതിട്ട് പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു 100 കാര്യങ്ങൾ. ഓൾറെഡി എന്റെ മൈൻഡിൽ ഈ സാരി ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മളൊരു സാരി പർച്ചേസിന് വേണ്ടി പോവാണ്. പൊതുവെ എത്നിക് വ്യൂസിനെ പറ്റി എനിക്ക് വലിയ പിടുത്തമില്ല. കുറച്ച് ഡ്രസ്സ് കാണിച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനെയും കൂടെ കൂട്ടിയിട്ടായിരുന്നു പോയത്. കടയിലുള്ള ചേച്ചിമാര് ഒരു 100 സാരി കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിൽ പറയും നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക്, ഞാൻ പറയും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പറ. ഇതിനൊരു അവസാനം ഇല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അങ്ങനെ പുള്ളിക്കാരിയുടെ ഒപ്പീനിയനും കൂടെ ആയപ്പോൾ നമ്മൾ ഏത് സാരി എടുക്കണം എന്നുള്ളത് ഏകദേശം കൺഫേം ആക്കി. സാരി സെറ്റായ സ്ഥിതിക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കലാണ്. ഇതിനെപ്പറ്റിയും എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ആകെ ഒരു കാര്യം നിർബന്ധമായിരുന്നു, വീനക്കും വേണം, പ്രിൻസസ് കട്ടും ആയിരിക്കണം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടെൻഷൻ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫിറ്റിംഗ് കറക്റ്റ് ആവുമോ, എല്ലാം സെറ്റ് ആവുമോ നമുക്ക് എന്നൊക്കെയാണ്. സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പിൽ വന്നിട്ടും ഞാനൊരു 100 തവണ ആ സാരി എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടോ, എനിക്കത് ചേരുന്നുണ്ടോ, അതോ ഇനി എന്റെ പൈസ പോയോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഈ കല്യാണത്തിന്റെ ഡ്രസ്സ് കൂടാണ്ട് വേറെ 2 ഫംഗ്ഷനും കൂടെ ഡ്രസ്സ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ കാരണം പിന്നെ ഞാൻ വിചാരിച്ചു അത് വേറൊരു ദിവസം എടുക്കാം. അപ്പൊ അത്രയൊക്കെയാണ് എന്റെ സാരി പർച്ചേസിന്റെ കഥ. ബാക്കി ഞാൻ പിന്നെ പറയാം. ബൈ.